വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. മുക്കം, നിലമ്പൂർ, അതോടൊപ്പം തന്നെ വണ്ടൂർ എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. രാവിലെ 10:30ക്കാണ് മുക്കത്ത് മുഖ്യമന്ത്രി സംസാരിക്കുക. LDFന്റെ പൊതുയോഗം അപ്പോൾ അവിടെ ചേരും. എന്തായാലും വിശദമായ വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് KR വയനാട് നിന്ന് ചേരുകയാണ്. അനൂപ്, ഗുഡ് മോർണിംഗ്. അതായത് ആനി രാജയുടെ പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു. തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എത്തിയത്. ഇപ്പോൾ അതിനുശേഷം വയനാട് ആനി രാജയുടെ പ്രചരണത്തിന് വേണ്ടി എത്തുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട്, അന്തരീക്ഷത്തിലെ ചൂട് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും ഇങ്ങനെ കൊഴുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തുമ്പോൾ അത് വലിയ ആവേശമുണ്ടാക്കുമല്ലേ? തീർച്ചയായും ആനി രാജയുടെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഇത് രണ്ടാം തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തുന്നത്. കഴിഞ്ഞ മാസം ബത്തേരിയിലും അതോടൊപ്പം തന്നെ പനമരത്തുമെല്ലാം മുഖ്യമന്ത്രി നേരിട്ടെത്തി ആനി രാജയ്ക്കായുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ന് വീണ്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തുകയാണ്. അപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ പ്രചാരണ പരിപാടിയിൽ മുക്കത്തും പിന്നീട് നിലമ്പൂരിലും അതിനുശേഷം വൈകിട്ട് വണ്ടൂരിലുമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ. നേരത്തെ ആനി രാജയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ LDF നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. നമുക്കറിയാം, മാർച്ച് 1-ന് ആനി രാജ വയനാട്ടിൽ പ്രചാരണം ആരംഭിച്ചു. അവർ ബൂത്ത് തല കൺവെൻഷനുകളും മറ്റുമാണ് ഇപ്പോൾ നടത്തുന്നത്. ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ആനി രാജയുടെ പ്രചാരണങ്ങൾ. എന്നാൽ UDF സ്ഥാനാർത്ഥിയായിട്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹം ഇതുവരെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. 3-ാം തീയതി എത്തി റോഡ് ഷോയോട് കൂടി മറ്റും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ആനി രാജയും നാമനിർദ്ദേശ പത്രിക 3-ാം തീയതി സമർപ്പിക്കുകയാണ്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ ദേശീയ ശ്രദ്ധയാകർഷിച്ച ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ്. LDF പ്രവർത്തകർ ആവേശത്തിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി നേരിട്ട് തന്നെ എത്തി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ എത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിവിധ ദേശീയ നേതാക്കളും അടുത്ത സമീപ ദിവസങ്ങളിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തും. ഏതായാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇതാണ്. തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി LDF തെരഞ്ഞെടുപ്പ് റാലിയും മറ്റും മുക്കത്ത് 10:30-ന് ആരംഭിക്കും. അനൂപ്, എന്തായാലും മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി പ്രചരണ രംഗം കൂടുതൽ കൊഴുക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല. അതോടൊപ്പം തന്നെ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മണ്ഡലം തന്നെയാണ്. ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം എന്ന് തന്നെ പറഞ്ഞു വെക്കാം. ആനി രാജയെ പോലെ വളരെ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന രീതിയിൽ തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എന്നടക്കം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ആനി രാജയെ പോലെ ഒരു സ്ഥാനാർത്ഥി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് അവർ എതിരാളിയായി അവിടെ ഇറക്കുന്നത്. പക്ഷേ തങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു പോലും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവിന് വോട്ട് പിടിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചൂട് തന്നെയാണല്ലേ വയനാട് പങ്കുവെക്കുന്നത്? നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല 2024 വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പഴയ പശ്ചാത്തലമില്ല, പഴയ കൗതുകങ്ങളില്ല. രാഹുൽ ഗാന്ധി ആദ്യം എത്തുമ്പോൾ ഉണ്ടായിരുന്ന ആ ബഹളമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമോ അല്ല ഏതായാലും വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത്. കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തോടും അല്ലെങ്കിൽ രാഷ്ട്രീയമായി നിരീക്ഷിച്ചാണ് വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം MP എന്ന രീതിയിൽ വയനാട് മണ്ഡലത്തിനായി എന്തു ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ഹാജർ, അവതരിപ്പിക്കാനാവാത്ത സ്വകാര്യ ബില്ലുകൾ, അതോടൊപ്പം വയനാട്ടിൽ സജീവമായി ഉയർന്നു വന്ന വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഒരു സ്വകാര്യ ബില്ല് പോലും ഈ വിഷയത്തിൽ അവതരിപ്പിക്കാനോ ഒന്നും സാധിക്കാത്തൊരു MP എന്ന രീതിയിലുള്ള ചർച്ചകൾ വളരെ കാലങ്ങളായി തന്നെ വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളും രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനിടെ ഒരു വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെത്തിയപ്പോൾ നാട്ടുകാർ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സ്ഥിതിവിശേഷം പോലും മുൻകാലങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി വയനാട്ടിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സജീവ പ്രചാരണമാണ് LDF എല്ലാം നേരത്തെ തന്നെ ആരംഭിച്ചത്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4,31,000
1000 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. 25% വോട്ടുകളാണ് അന്നത്തെ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PP സുനീറിന് ലഭിച്ചത്. ആ രീതിയിലുള്ള വലിയ പ്രചാരണവും മറ്റും ആ പ്രത്യേക സവിശേഷമായ സാഹചര്യം മറ്റും ആ ഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമില്ല. കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാണ് വയനാട്ടിൽ നടക്കുന്നത്. ആനി രാജ നമുക്ക് തൊട്ടടുത്തുള്ള കണ്ണൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. കണ്ണൂരിലാണ് അവരുടെ വീട്. വയനാട്ടിൽ തൊട്ടടുത്തുള്ള കേളകത്താണ് അവരുടെ വീട്. വയനാടുമായിട്ട് ദീർഘകാലമായുള്ള വളരെ ബന്ധവും വയനാട്ടിലെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുള്ള ഒരു പശ്ചാത്തലമെല്ലാം അവർക്കുണ്ട്. ഏതായാലും അവരുടെ പ്രചാരണ പരിപാടികൾക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയാണ് LDF പ്രവർത്തകർ ആത്മവിശ്വാസത്തിലാക്കുന്നത്. നേരത്തെയുള്ള മത്സരങ്ങളെ പോലെയല്ല ഏതായാലും വയനാട്ടിൽ നിലവിലുള്ള സാഹചര്യം. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. LDFും UDFും ആ രീതിയിലാണ് ഈ മത്സരത്തെ കാണുന്നത്. UDFിൻ്റെ ഒരു പൊതു വിലയിരുത്തൽ തന്നെ നേരത്തെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന വിധത്തിലാണ്. അതാണ് കഴിഞ്ഞ UDF കൺവെൻഷനുകളിലെല്ലാം അവർ പ്രവർത്തകരോട് പറഞ്ഞത്. ഏതായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വയനാട്ടിൽ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വയനാട്ടിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു എന്നതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പോരാട്ടം നടക്കുന്ന വയനാടിന്റെ മണ്ണിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തുമ്പോൾ കൂടുതൽ ആവേശത്തിലായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം മുന്നോട്ടു പോകുക എന്നതിൽ സംശയമില്ല. കൂടുതൽ വിവരങ്ങളാണ് അനൂപ് KR പങ്കുവച്ചത്.